എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂറോ കപ്പിലെ ഗ്രൂപ്പ് സിയിലെ തീപ്പൊരി പോരാട്ടം സമനില കുരുക്കിൽ. സ്ലൊവേനിയ സെർബിയ പോരാട്ടമാണ് ഇപ്പോൾ സമനിലയിൽ കലാശിച്ചിട്ടുള്ളത്. വിജയം അനിവാര്യമായ പോരാട്ടത്തിലാണ് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ഇപ്പോൾ സമനില പാലിച്ചിട്ടുള്ളത്. സ്ലൊവേനിയയ്ക്ക് വേണ്ടി 69-ാം മിനിറ്റിൽ കാർണിക്നിക്കും സെർബിയയ്ക്ക് വേണ്ടി മത്സരം തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 90+5 ഇഞ്ചുറി ടൈമിൽ ജോവിച്ചുമാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. വിജയത്തിലേക്ക് അടുത്ത സ്ലൊവേനിയക്കെതിരെ ഇഞ്ചുറി ടൈമിൽ ഒരു തകർപ്പൻ കോർണർ കിക്കിൽ നിന്ന് തകർപ്പൻ ഹെഡറിലൂടെയാണ് ജോവിച്ച് സമനില പിടിച്ചു കൊടുത്തിട്ടുള്ളത്. സോ മാച്ച് സ്റ്റാറ്റ്സിലേക്ക് വരികയാണെങ്കിൽ 11 ഷോട്ടുകൾ സ്ലൊവേനിയ നേടിയിട്ടുണ്ട്, 15 എണ്ണം സെർബിയയും അടിച്ചിട്ടുണ്ട്. സ്ലൊവേനിയയുടെ 4 എണ്ണം ഓൺ ടാർഗറ്റിൽ ചെന്നപ്പോൾ സെർബിയയുടെ 4 എണ്ണം ഓൺ ടാർഗറ്റായി മാറിയിട്ടുണ്ട്. 39% ബോൾ പൊസിഷൻ സ്ലൊവേനിയക്കുണ്ടായിരുന്നപ്പോൾ 61% ബോൾ പൊസിഷൻ, ബോൾ കൺട്രോൾ സെർബിയയ്ക്കൊപ്പമായിരുന്നു. 347 സക്സസ്ഫുൾ പാസുകൾ സ്ലൊവേനിയ കംപ്ലീറ്റ് ആക്കിയപ്പോൾ 525 പാസുകളാണ് സെർബിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയം അനിവാര്യമായ പോരാട്ടം തന്നെയായിരുന്നു ഇരു ടീമുകളെ സംബന്ധിച്ചും. കാരണം ഗ്രൂപ്പ് സിയിലെ 2ാം റൗണ്ട് പോരാട്ടമായിരുന്നു. സോ മത്സരത്തിലെ സമനിലയോടുകൂടി സ്ലൊവേനിയ 2 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് പോയി 2ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. ആദ്യ മത്സരം വിജയിച്ച ഇംഗ്ലണ്ടാണ് നിലവിൽ ഗ്രൂപ്പ് സിയിലെ ജേതാക്കൾ. സെർബിയ 4ാം സ്ഥാനത്താണ്. ഗ്രൂപ്പ് സിയിൽ 4ാം സ്ഥാനത്താണ് സെർബിയ. കളിച്ച 2 മത്സരങ്ങളിൽ ആദ്യ മത്സരം പരാജയപ്പെടുകയും 2ാം മത്സരം ഇപ്പോഴത്തെ സമനിലയിൽ പാലിച്ച് കിട്ടിയ 1 പോയിന്റോടുകൂടി 2 മത്സരങ്ങളിൽ 1 പോയിന്റുള്ള സെർബിയ നിലവിൽ ഗ്രൂപ്പ് സിയിലെ പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.